റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 500 മരണമുണ്ടായിരിക്കുന്നു. ജൂൺ അവസാനം നടന്ന അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ UN ആണ് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, അഭയാർത്ഥികളാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം അപകടങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇത്രയും വൈകിയത്? വിശദാംശങ്ങൾ. പ്രജിത്ത്, ഈ വാർത്ത വൈകിയത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല എങ്കിൽ കൂടി ഏറ്റവും പുതിയൊരു വിവരം അനുസരിച്ച് UN ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസിൻ്റെ ഒരു റിലീസിലാണ്, അല്ലെങ്കിൽ അത് ഔദ്യോഗികമായി പുറത്തുവിട്ടപ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം അവസാനവും ഈ ജൂൺ 8-ാം തീയതിയുമാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 2 ബോട്ടുകളിലായി ഒരു ബോട്ടിൽ 250 പേരും മറ്റൊരു ബോട്ടിൽ 280 പേരും ഉണ്ടായിരുന്നു. അത് ഈ 2 ബോട്ടുകളും മുങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് റക്കിനെ സ്റ്റേറ്റിൽ നിന്നും ആ തീരത്തു നിന്നും പുറപ്പെട്ട ബോട്ടുകളാണ് മുങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിലേക്കുള്ളൊരു യാത്രയായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യം വെച്ചാണ് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ 8-നാണ് ഈ അപകടം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ജൂലൈ 8 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് ഈ അപകടം, ഒരാഴ്ച മുമ്പാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ ഏതാണ്ട് 500 പേർ ഈ 2 ബോട്ടുകളിലുമായി ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ റോഹിംഗ്യൻ വിഭാഗങ്ങളെല്ലാം തന്നെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായ സംവിധാനങ്ങളൊന്നുമില്ല. UN-ൻ്റെ ഒരു അഭയാർത്ഥി കാർഡ് മാത്രമായിരിക്കും ഇവരുടെ കൈവശം ഉണ്ടാവുക. UN അഭയാർത്ഥി കാർഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും UN അംഗരാജ്യങ്ങളിൽ ഒരു അഭയം തേടി എത്താൻ അവർക്ക് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ, മറിച്ച് കൃത്യമായ യാത്രാ രേഖകളോ അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അതായത് കടലിലെ നിരീക്ഷണ സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച്, മീൻപിടുത്ത ബോട്ടുകളായിരിക്കും അല്ലെങ്കിൽ അത്രയും ചെറിയ ബോട്ടുകളിലൊക്കെ ആയിരിക്കും ഇവരുടെ യാത്ര എന്നതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിലോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലോ ഒന്നും തന്നെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത ബോട്ടുകളോ ഒന്നും ആയിരിക്കില്ല, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകളുമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലഭ്യമാകാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 280 പേർ ആദ്യ ബോട്ടിലും 280 പേർ രണ്ടാമതൊരു ബോട്ടിലുമായി പോയിട്ടുണ്ട്. ഏതാണ്ട് 500-ലേറെ പേർ അവർ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത് ഒരു പക്ഷേ മുങ്ങിയിരിക്കാം. അതുപോലെ ചില സൂചനകളെല്ലാം തന്നെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന് ലഭ്യമായ ചില വിവരങ്ങളും കപ്പലുകളിൽ നിന്നൊക്കെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊരു അപകടം നടന്നതിൻ്റെ സൂചന ആ പ്രദേശങ്ങളിലുണ്ട് എന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നിരീക്ഷണത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി 300 പേരെ കാണാതായിട്ടുണ്ട് എന്ന് മ്യാൻമാറിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസുകളുണ്ട് എന്നും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പ്രജിത്ത്, ഐസൺ, അപ്പോൾ ഈ അപകടം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ഏകദേശം ഒരു ഊഹം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മ്യാൻമറിൽ നിന്ന് പുറപ്പെട്ടവർ അവർ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളത്. 2, മ്യാൻമറിൽ ഈ പറയുന്ന രീതിയിൽ ആളുകളെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നു, ഒപ്പം അപകടം നടന്നതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും സ്ഥിരീകരിച്ചൊരു വാർത്തയല്ല എന്നുള്ളത് കൂടിയാണോ ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? പ്രജിത്ത്, ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മരണമാണോ അല്ലെങ്കിൽ അപകടമാണോ എന്നതൊക്കെ കൃത്യമായ ഒരു വിവരങ്ങൾ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും UN കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ഇക്കാര്യത്തിൽ ചില നിഗമനങ്ങളിലെത്തിയിരിക്കുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. പക്ഷേ 300 പേരെ കാണാതായിട്ടുണ്ട് എന്ന് കൃത്യമായൊരു കണക്ക് ലഭ്യമാകുന്നുണ്ട്. ആ കണക്ക് ലഭ്യമാകുമ്പോൾ 300 പേർ അവിടെ നിന്ന് പുറപ്പെട്ടവരുണ്ട്, അവർ അവിടെ എത്തിയിട്ടില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗൗരവമേറിയ ഒരു പശ്ചാത്തലം അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ റിക്കവർ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 500ഓളം പേർ മരിച്ചു എന്ന് കരുതുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു ഈ ബോട്ട് മുങ്ങിയതിലൂടെ. കാരണം സാധ്യതയുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം കൃത്യമായ സമയത്ത് എത്തിയില്ലെങ്കിൽ എത്ര വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളോ ആയാൽ പോലും അല്ലെങ്കിൽ കടലുമായി ബന്ധമുള്ളവരായാൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചിരിക്കാമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് ലഭ്യമാകാനുണ്ട് എന്നതാണ് അറിയാനും സാധിക്കുന്നത്. പ്രജിത്ത്, ഇപ്പോൾ ഈ പുറത്തു വരുന്ന ചിത്രങ്ങൾ അത് ഈ അപകടം സംബന്ധിച്ച ചിത്രങ്ങളാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം 500-ലധികം പേരെ കാണാതായിരിക്കുന്നു, അല്ലെങ്കിൽ 500-ലധികം പേർ മരിച്ചതായി UN കണക്ക് കൂട്ടുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഐസൺ?
പ്രജിത്ത്, അത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ മിഷനൊക്കെ നടത്തേണ്ടത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്. ഈ നാവികസേനയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവരുടെ റെസ്ക്യൂ മിഷനുകളൊക്കെ ആണെങ്കിൽ അതിന് കൃത്യമായ രേഖകളുണ്ടാവും. ആരെ എവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നത് സംബന്ധിച്ചും ഏത് ഓപ്പറേഷൻ നടന്നു എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ രേഖകളുണ്ടാകും. അത്തരത്തിലുള്ള രക്ഷപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസോ നടക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഡീപ് സീയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചില രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതായി നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കുറച്ചുപേരെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ പ്രദേശത്തെ ഈ പറയുന്ന രീതിയിലുള്ള മത്സ്യബന്ധന ബോട്ടുകൾ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിരിക്കാനുള്ള സാധ്യതയല്ലേ അപ്പോൾ തെളിയുന്നത്? തീർച്ചയായും മത്സ്യബന്ധന ബോട്ടുകൾ, ആ പരിസരത്തുണ്ടാകുന്ന മത്സ്യബന്ധന ബോട്ടുകൾ, അത് നമുക്ക് അറിയാവുന്നതാണ്. കടലിൽ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ പരിസരത്തുള്ള ബോട്ടുകളെല്ലാം തന്നെ സ്വാഭാവികമായും അലർട്ടാവുകയും അവർ രക്ഷാപ്രവർത്തനങ്ങളിൽ നിർദ്ദേശങ്ങളില്ലാതെ തന്നെ അത് സ്വമേധയാ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് കടലിലെ ഒരു തത്വമായി അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്, പല ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട്, ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ചിലർ കാണാതായവരെയൊക്കെ കണ്ടുകിട്ടിയിരിക്കാം. അത്തരത്തിലുള്ള സൂചനകൾ മാത്രമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബോട്ടിൽ കാണാതായവർ, അപകടത്തിൽ മരിച്ചു എന്ന് കരുതുന്നവർ 2 ബോട്ടുകളിലായി 250-280 പേർ സഞ്ചരിച്ച ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തിങ്ങി നിറഞ്ഞ രീതിയിലാണ് ഈ ബോട്ടിലെ ആളുകളൊക്കെ സഞ്ചരിക്കുന്നത്. ഒന്നാമത് അതൊരു നാടൻ ബോട്ടുകളൊക്കെ ആയിരിക്കും, നാടൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ബോട്ടുകളായിരിക്കും. അത്തരത്തിലുള്ള ബോട്ടുകളിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുക അസാധ്യവുമാണ്. മാത്രമല്ല പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ചിലയിടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ചെറുബോട്ടുകളിലൊക്കെ എത്തിയവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ചിലരൊക്കെ രക്ഷപ്പെട്ടിരിക്കാം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഈ മ്യാൻമാറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ഔദ്യോഗികമായ രേഖകളിൽ ഒളിച്ചു കടക്കുകയും അത്തരത്തിലുള്ള രീതികളിലൊക്കെയാണ് അവർ കടലിലെത്തുകയും. അത് തന്നെയാണ് ഈ നിയമവിരുദ്ധമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ അഭയാർത്ഥികൾ അവിടെ നിന്നൊക്കെ പുറത്തു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണമില്ല. പക്ഷേ 500-ലധികം പേർ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് UN ഒരു നിഗമനം. പക്ഷേ അപ്പോഴും ചില രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.